ഗുരുദേവോ മഹേശ്വരം ഗുരുർ സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സദ്ഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സ്കന്ദായ കാർത്തികേയായ പാർവതീവല്ലഭായ മഹാദേവ കുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. മഹാദേവ കുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതാദിയാവര രക്ഷ രക്ഷ മഗഭഗോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതാദിയാവര രക്ഷ രക്ഷ മഗഭഗോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ദ്വിതീയ സ്കന്ധം പാരായണം സമാരംഭം. ചൊല്ലിനീ ശേഷം നല്ലൊരു കഥാസാരം കല്യാണശീലേം സുഖമോലി മാലികേ ബാലേം എന്നതു കേട്ട നേര ശാരിക പൈതൽ ദാനം വന്ദിച്ചു ജഗന്നാഥം വന്ദിച്ചങ്കുര ചെയ്താൽ പരക്കെ സുഖാസനേയിരിക്കും ഋഷികളാൽ ഒരു പ്രേരിതങ്ങൾ സുഖനകാമ്പുണർന്നുടൻ പരബ്രഹ്മത്തെ സകലേഷു സംഗ്രഹത്തെ അങ്ങറിയിച്ചു കണ്ട് ആചാര്യ പദദ്വന്ദ്വാഗ്രം കൂപ്പി സമർപ്പിച്ച് ഒന്നായി തെളിഞ്ഞിരിക്കും നരവര പ്രമുഖൻ തന്നോട് അരുൾ ചെയ്തോ മന്ദം മന്ദം. ഭൂപതേ തവ ചോദ്യമെത്രയും നല്ലോന്നിത്. പാപനാശനകരം പവിത്രം അത്യത്ഭുതം ആസന്ന മൃത്യുവായുള്ളവർക്കിതു യോഗ്യം തന്നെ. വാസനയുള്ളവർ കുറഞ്ഞിടും അന്നേരത്തെ ബോധമുറ്റുറപ്പവരെങ്കിലോ പലവിധം ബോധക ശ്രോത്തവ്യങ്ങളുണ്ടല്ലോ ശാസ്ത്രങ്ങളിൽ. എന്നതിലെല്ലാറ്റിലും നല്ലത് എളുതായി വന്നുകൂടുന്ന ബലം ഭഗവത് ഭജനത്താൽ സകല ഭൂതങ്ങൾക്കും ആത്മാവായിരിക്കുന്ന ഭഗവത് ഗുണനാമ ചരിത്രാദികളെല്ലാം ശ്രോതവ്യമാകുന്നതും കേവലം തദ്രൂപങ്ങൾ ചേതസി സദാകാല സ്മർത്തവ്യമാകുന്നതും പൂജനം കർത്തവ്യമാകുന്നതും അനുദിനം വ്യാജമെന്നിയേ പലജാതിയും ഭഗവാനെയും മനസാവാചാപരികർമ്മണാശീലിപ്പതു മാനുഷജന്മത്തിങ്കൽ നല്ലതു പുരുഷാർത്ഥം സാധിച്ചു
ജീവമുക്തരായി വിളങ്ങിയിടും മഹാബോധികൾ പോലും ഭഗവൽ ഗുണങ്ങളിൽ തന്നെ കേവലം രമിക്കുന്നോര് അങ്ങനെ നിത്യം സുഖസേവ്യമായിരിപ്പോന്നു തൽഗുണമഹിമകൾ ഞാനും ഔവണ്ണം ഗുണാതീതനെന്നിരിക്കലും മാനസാനന്ദം പൂണ്ട് ശീലിച്ചേന്തൽ കീർത്തനം അതിനെ പ്രതിപാദിച്ചിടുന്ന ഭാഗവതം അധികം പ്രധാനമായിരിക്കും പുരാണത്തിൽ. അപ്പുരാണത്തെ മമതാതനാം വേദവ്യാസൻ മുൽപ്പാടു ചമച്ച് എന്നെ എപ്പേരും പഠിപ്പിച്ചു. തൽപ്രബന്ധത്തെ വിഷ്ണുരാധനാം നിനക്കു ഞാൻ ഉൾപ്പോവിലത്യാനന്ദ സിദ്ധ്യുതം ചൊല്ലാമല്ലോ. വ്യക്തമാം അതിൻ കൃഷ്ണചരിതം മനോരമ്യം എത്രയും സുഖസാധ്യമെന്ന് കേട്ടിരിക്കുന്നു. തച്ചരിതാനന്ദവിയോഷവാനത്തെ കൊണ്ട് ത്വൽകൃത ദ്വന്ദ്വം വിട്ടുമുക്തനായി വരും ജീവൻ വിസ്തരിച്ചത് ചൊല്ലിക്കേൾപ്പതിനേതും കാലവിസ്താരം മതിയല്ല എന്നുൾത്താൽ ശങ്കിക്കേണ്ട. ഗഡ്വാങ്കനെന്നുള്ള ഒരു രാജർഷി ശ്രേഷ്ഠൻ മണ്ടു ദഷ്ടതയാല ദൈവാനുഗ്രഹബലവശാൽ വൃദ്ധിയിൽ ജീവിച്ചത്ര നാളിരിപ്പുണ്ടെന്നുൾത്താൽ അറിഞ്ഞു സംക്രാന്തി മാത്രത്താൽ അപ്പോൾ മറ്റുള്ള സകല സംഘങ്ങളെ നിവർത്തിച്ചു മുറ്റീടും ഭഗവത് ഭക്യാനന്തരിധ്യാതൂർണം മുക്തനായ പുരുഷാർത്ഥം സാധിച്ചാനലസാതെ സപ്തവാസരങ്ങളും ആയുസ്സുണ്ടല്ലോ ഭവാൻ ഇപ്പോൾ. അപ്പോഴോ ഭഗവത് ഭക്തി പ്രവർത്തിക്കുകാലം ഇപ്പോഴിങ്ങിവിടെ പോരാഞ്ഞതും ഖേദിക്കേണ്ട. ഭക്തിമാർഗത്തെ പറഞ്ഞിടുവൻ ചുരുക്ക ഞാൻ ഉൾത്താലുറപ്പോളം കേട്ടാലും വഴി പോലെ മർത്യനാമവൻ മൃത്യുകാലം ഇങ്ങടുത്തോ സംദിഗ്ധമന്യതടയത്തനായിരിപ്പവൻ വിഗ്രഹാദ്യാകുല സംഘങ്ങളും ത്യജിച്ചുടൻ തൽഗ്രഹത്തിങ്ങൾ നിന്ന് സ്വസ്ഥനായി നിവർത്തനായി തീർത്ഥസ്നാനങ്ങൾ കൊണ്ട് ദേഹശുദ്ധിയും മുഖോരാത്മശുദ്ധിയെ ക്ഷേത്രോപാസനാദ്യങ്ങൾ കൊണ്ടും ചേർത്താതിരിക്ത ദിവ്യസ്ഥലം പ്രാപിച്ചിരുന്നു. സംസ്ഥനായി വിനീതനായി ശാന്തനായി പ്രാണായാമശീലനായി മനോദയ സ്വാന്തനായി അനുദിനം ഇന്ദ്രിയജിതനായി ചിത്തകാമ്പുറപ്പോളും ഈശ്വര ധ്യാനം ചെയ്ത് മുക്തനായി തൽ സാമീപ്യം പ്രാപിച്ചിടണമല്ലോ. ഭക്തനാ നിനക്കും ഔവണ്ണം ഈശ്വര ധ്യാനം ഉൾത്താലുറപ്പിപ്പാൻ കാലമായി വന്നതിപ്പോൾ. നിശ്ചയിച്ചേവം മുനീന്ദ്രോക്തികൾ കേട്ടുണ്ടായ വിശ്വാസത്തോടെ വിഷ്ണുരാധന നൃപോത്തമൻ ശ്രേയസുഖൻ തന്നെ തൊഴുതാശയ വിശുദ്ധനായ ആശു പിന്നെയും ചോദിച്ചിടിനാൻ യൗവണ്ണം ഞാൻ ധ്യാനിക്കേണ്ടുന്നു. കനിവോട് അറിവ് ചെയ്തിടണം ആനന്ദ സാധ്യം മമ സായുജ്യം വരുത്തുവാൻ. നീതിയോടെ അവൻ ചോദിച്ചിടില്ല നൃവനുള്ളിൽ പ്രീതിയാവണ്ണമരുൾ ചെയ്തു മുനീന്ദ്രനും കേട്ടുകൊള്ളുക എങ്കിൽ ഭവാൻ ഭഗവത് ധ്യാനം കൊണ്ട് വട്ടമെന്നിയേ മോക്ഷം വരുത്തും പ്രകാരങ്ങൾ നീക്കമെന്നിയെ മനോജയത്തോടനുവേലം കാക്ഷണം പിരിയാതെ ഭഗവത് സ്ഥൂലരൂപം ചിന്തിച്ചു നിത്യമുറപ്പിക്കണം മനക്കാമ്പിൽ. തിരുവടി തന്നെ ലോകങ്ങൾ 14 പാതാളം പാദതലം പാർശ്വനികൾ രസാതലം മിതരും ഗുൽഫലം മഹാതലവും തലാതലം ജംഘങ്ങൾ എന്നു തന്നെ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. ജാനുക്കൾ സുതലമങ്ങതല വിതലങ്ങൾ പീനവൃത്തങ്ങൾ ആകും ഒരു കാണ്ഡങ്ങൾ 2 മേദിനി ചക്രം ജംഘനോഭയം നഭസ്ഥലം ആദിമധ്യാന്തമില്ലായതവ നാഭിസ്ഥലം ദേവലോകം പോലു രസായതു ഗളമൂലം കേവലം മകർലോകം ലലാടം തപോലോകം കേളടോ ജനലോകം തുണ്ടമായതു സത്യമേള നിർമ്മലോകമുത്തമാം പ്രഭവം സക്രാതിലോകപാലന്മാരെല്ലാം കരങ്ങൾ പോൽ ദിക്കുകൾ കർണങ്ങളും ദംശ്രന്മാർ നാസായുഗ്മം വക്രമായതും അഗ്നി നേത്രമാദിത്യൻ തന്നെ നക്താധിപതി മനസ്സായതെന്നറിഞ്ഞാലും ബുദ്ധിവാഗീശൻ കോപകാരണം അഹങ്കാരം
രുദ്രരായതു വചസുക്കയും ഛന്ദസ്സുകൾ ഭ്രൂഭംഗം കാലക്രമം ദൃഷ്ടയന്തകൻ തന്നെ ശോഭ തേടിയിടും ദ്വിജപംക്തികൾ നക്ഷത്രങ്ങൾ ഹാസമായത് ജഗൽമോഹിനി മഹാമായ വാസനാവാങ്കോദയമീക്ഷണം ജഗൽ സർവം ഉന്മേഷ നിമേഷങ്ങൾ വാസന നിശീതിന്യോ ധർമ്മമായത് പുരസ് അധർമ്മം പൃഷ്ഠഭാഗം സപ്തസാഗരങ്ങൾ പോൽ കുക്ഷിയും വാഗുദേശം സപ്തമാരുതന്മാരും നിശ്വാസക്രമങ്ങൾ പോൽ നദികൾ നദങ്ങൾ നാടികളാകുന്നതെല്ലാം മൃതിവിതരങ്ങൾ പോൽ അസ്ഥികളാകുന്നതും വൃക്ഷദൗഷധ്യങ്ങൾ തമോ തദ്രോമങ്ങളല്ലോ നിത്യം ദൃക്ഷന മഹാദേവൻ തൻ ഹൃദയമൊന്നൂനം വൃഷ്ടി രേതസു മഹാമേഘനം പ്രജാപതി പുഷ്ടിയാം മഹിമത ജ്ഞാനയോഗേശ്വരി വിഷ്ണുവായത് പരമാത്മാവ് പരബ്രഹ്മം ജിഷ്ണുജാത്മജ നരപാല ശിഖാമണിയും ഇങ്ങനെയുള്ള ജഗദ്രൂപമാ മകസ്തൂലം തിങ്ങിന ഭക്ത്യാ നിത്യം ഉൾക്കാമ്പിൽ ഉറപ്പോളം മംഗലാകാരം ധ്യാനിച്ചിടുകിൽ അവന്നു പാപങ്ങളൊക്കെയും തീർന്നു വന്നു കൂടിയിടും മോക്ഷം നിർമ്മലം മഹാമനസാം അവൻ അപേക്ഷകൾ തന്മനക്കാമ്പിൽ ചേർന്നു നിന്നതൊക്കെയും വരും കൽമഷകരന്മായാമയം ഇപ്രപഞ്ചയിക സന്മയ സ്മൃതികൾ എളുതല്ലോ വിചാരിച്ചാൽ നിർമ്മല വീരാത്പുമന്തൻ മഹാസൂക്ഷ്മച്ചായ തമ്മുടെ ഹൃദയത്തിൽ ഉന്മിഷത്താകും വണ്ണം പൊന്മകുടവും അളകാഭയും ലലാടവും കൺമുനകളും കടാക്ഷാവലോകനങ്ങളും കുറാഠലങ്ങളും ഗണ്ഡമണ്ഡലങ്ങളും അംബുജമകൾ മേവും നിർമ്മലമണിമാറും ഹാര കൗസ്തുഭ വനമാലകൾ ഉദരവും ചാരുനാഭിയും ജങ്കനോഭയും ഊരുക്കളും പീതവാസസും തിരുതുടയും ജാനുക്കളും പാദയുഗ്മവും വിരൽ നിരകൾ നഖങ്ങളും ചേവടികളും പ്രഭതാവ തൊട്ട് ആക്കേശാന്തം ശോഭിതാഭരണയോഗ്യോദയം മഹാപ്രഭം നീല നീരധനിപം നിർമ്മലം നിരാമയം ബാലഗോപാലം പരമാമൃത ആത്മാനന്ദം കാമതം ധ്യാനിച്ചു ദിവ്യന്മാരാ മഹത്തുക്കൾ സാമോദം മോക്ഷം പ്രാപിച്ചിടുന്നു നിരാകുലം ഏവമത്യാനന്ദ സംസിക്തമാം കരിരൂപം പാവനാകാരം ധ്യാനിക്കാം അവയവങ്ങളാൽ ശ്രീമഹാവിഷ്ണുരൂപ ഭേദങ്ങൾ ഓരോന്നോരോന്ന് ആഭയകരം പരലോക സിദ്ധിതംബരം സാരോഗ്യാദികളെല്ലാം സാധിക്കുമതിനാല് കാലദേശാവസ്ഥകൾക്കൊത്തവാറ്ററിഞ്ഞാലും യോഗികൾ അരൂപം ആനന്ദം പരബ്രഹ്മം യോഗമംഗലം ധ്യാനിച്ചിടുന്നു നിരന്തരം മാനസേന്ദ്രിയ ദേഹശുദ്ധികളോടും ദിവ്യമാനുഷർക്കൊഴിഞ്ഞത് സാധ്യമായി വരായല്ലോ. ദേശികൻ തന്നോട് ഉപദേശ വാക്യത്തെ കേട്ടാൽ ആശയവിശുദ്ധനായി ആനന്ദ സമിന്നിതം കാരുണ്യാഹൃദയനായോരീശാജ്ഞാവരും കാര്യങ്ങളനുഷ്ഠിച്ചു രാഗാദിദോഷങ്ങളും വേർപെടുത്ത് അനുദിനമേഷണത്രയങ്ങളും ആവോളം അകലത്തു വേർപെടുത്താകും വണ്ണം കാണായതെല്ലാം പരബ്രഹ്മ നിർമ്മല ബീജം പ്രാണികളെന്നുള്ള ഒരു ബോധ കൗതുകത്തോടും ഗോപനീയ അത്യുത്തമ മംഗലദേശം ബുക്ക് താവശീതാദികളും സഹിച്ചു സമബുദ്ധ്യ ദേഹമധ്യസ്ഥം സുഷംന പരം മഹാനാടി ദേഹികൾ കിടയാതി നാടി വിരാവേഷ്ടിതം ജീവനായി വിളങ്ങും ആത്മാവു നിർമ്മലംബരം ജീവനു ജീവൻ പരമാത്മാവെന്നതു നൂനം യോഗമായത് തയോരൈക്യമെന്നതുകൊണ്ട് യോഗിതാൻ ഉചിതാസനസ്ഥനായി ഗൃജുകായൻ നാളികസൂത്രം പോലെ വീടു സുഷപ്നിയിൽ നാളമധ്യത്തിങ്കലാഗ്രാന്തസ്ഥ നിവാസസ്ഥം മൂലാധാരാക്കിയതത്ര ജീവവൽ ജീവാത്മാവു നാലിതൽ മധ്യേ ശോഭിച്ചിടുന്നു സർവാത്മനാം തൽസ്വയം പ്രഭയിങ്ക നിന്നുണർന്നെഴും ജീവൻ തൽസ്വതാലിംഗത്തോടും പാതിപാതിത്വത്തോടും തമ്മിൽ അന്യോന്യം പ്രാണാപാനന്മാരൊരുമിച്ചു ജന്മ മൂലത്തിങ്കൽ അങ്ങൊന്നിപ്പാൻ അനുഗ്രഹാൽ തന്നെ ആച്ഛാദിച്ചു സംഭ്രമിച്ചു കിടന്നിടും
കുണ്ടലിന്യാക്യശക്തി തന്നെയും ഉണർത്തിത്താൻ മന്ദമന്ദം മൂലാഗ്നി തന്നോടും ഒരുമിച്ച് മന്ദമെന്നിയെ ചക്ര ഷഡ്കങ്ങൾ ഭേദിച്ചുടൻ തൻ നിലകളിൽ ചേർന്നു നിന്നു ഭൂതാത്മാക്കളെ തന്നോടുകൂടെ കൂടെ ചേർത്തുകൊണ്ട് ആധാരങ്ങൾ കടന്നു ആറോ കഴിഞ്ഞാലുടനങ്ങു തുടർന്നീരാറാം നില തന്നിലുണ്ടൊരു പത്മം തെളിഞ്ഞ 1008 ദളങ്ങളോടും കൂടി വിളങ്ങും തൽകർണികാഗ്രാന്തസ്ഥ സത്യാനന്ദം പരന്ന വെളിവിങ്കൽ നിരന്നു കാണാം പരാപര ജ്യോതിഷം പരമാത്മാനമക്ഷദ്വയം മുറിഞ്ഞു നിൽക്കും പ്രണവാസന നാളത്തൂടെ തടഞ്ഞിടാതെ വഴി തുടർന്നങ്ങേറിച്ചെന്നാൽ കലർന്നുകൂടും ബ്രഹ്മസ്വതാ ലയിച്ചു തൻ അലിഞ്ഞു ഒന്നാകും കൃതമുരുകിച്ചേരും പോലെ പറഞ്ഞിടരുതാതെ പരമാനന്ദത്തോടും നിറഞ്ഞു താനായി ചമഞ്ഞിരിക്കുന്നവൻ പിന്നെ വിരിഞ്ഞു ജഡം വിട്ടങ്ങൊഴിഞ്ഞു പോകും നേരം തിരിഞ്ഞു മൂർധനീ മദ്യം തുളഞ്ഞു പുറപ്പെടും തികഞ്ഞ കലകളാൽ വിളങ്ങും സുധാകരൻ വിരിഞ്ഞു പൊങ്ങും വണ്ണമുയർന്നങ്ങനുക്രമാൽ കടന്നു ലോകങ്ങളും കണ്ടു തുടർന്നു വളർന്നിടും പരമാനന്ദത്തോടെ സത്യലോകത്തെ പരമാ പ്രാപിച്ച് ഉത്തമ സഭാതലെ സത്തുക്കളെല്ലാവർക്കും മുഖ്യനായ അനുദിനം വിദ്യാബ്ദിമധ്യേ കിടന്നത്യന്തം നീന്തിത്തളർന്ന് അദ്വൈതാപാരം ഗമിച്ചിടുവാനകതാരെ ശ്രദ്ധിച്ചു വസിക്കുന്ന ഭക്തന്മാർക്ക് ആത്മജ്ഞാന തത്വോപദേശം ചെയ്തു തൽപ്രകാശാത്മാക്കളാം നിത്യസമ്പൂജ്യമാനനായി പരമാനന്ദ സംസിക്തനായി ചമഞ്ഞ് പത്മോത്ഭൂതകൽപ്പാന്തത്തിൽ സത്വരം ഹൃദയത്തിൽ ബ്രഹ്മനോടൊരുമിച്ചു സൽഗതി ലഭിക്കുന്നു സത്യമെന്നറിഞ്ഞാലും ദദ്യോഗ ഹംസപ്രയോഗത്തിന് വിഷമമുണ്ടെത്രയും അതിൽ തുലോം എളുതായി ഒന്നുണ്ടല്ലോ ഭക്തിയോഗാഖ്യം പരമാനന്ദരസായനം വ്യാജമെന്നിയ പരമാചാര്യ പ്രസാദത്താൽ സാധിക്കാം അതു സർവാത്മാക്കൾക്കു സദാകാലം സാധിക്കാവോരു മുക്തി സാധനമുപദേശം ബോധിപ്പാൻ പ്രയത്നമില്ലേതുമേ ശീലിപ്പാനും ബോധത്തെ തരും സാധിപ്പിച്ചിടും കൈവല്യവും സാധിപ്പാൻ എളുതതു നിനക്കെന്നരുൾ ചെയ്ത് ബോധിപ്പിച്ചരുളിനാൻ ദ്വാദശാന്തസ്തം സത്യം. ഇങ്ങനെ സുഖൻ പരീക്ഷിത്തിനോട് അരുൾ ചെയ്തത് അങ്ങനെ തന്നെ സൂതൻ ശൗനകാദികളോടും മംഗലവാച പറഞ്ഞിടിനാം. എല്ലാം കേട്ടത് ഇങ്ങനെ കുതൂഹലം കൊണ്ട് ശൗനകമുനി ചോദിച്ച് അനുഗ്രഹസ്രവസാകിയ സൂതൻ തന്നോട് ആദിക്യം വളർന്നിട ശ്രീസുഖ മഹാമുനി ചൊല്ലിയതെല്ലാം കേട്ട് ചോദിച്ചത് എന്തോ എന്നതി കല്യാണശീലൻ മഹി വല്ലഭൻ അവനോട് ചൊല്ലിയതുടൻ അതിനുത്തരമെന്തൊന്നത് ചൊല്ലടോ സവിസ്തരം ഏതുമേ മടിയാതെ. നല്ലവരുടെ സംവാദങ്ങളെ കേൾക്ക എന്നുള്ളതല്ലോ മാനുഷ ജന്മസാഫല്യമാകുന്നതും ഭഗവച്ചരിത നാമസ്മൃതി പൂജാദികൾ ഭഗവത് ഭക്തന്മാരാൽ അനുവർത്തിച്ചതെല്ലാം ഭഗവത് ഭക്തശിഷ്യന്മാരതി ഭക്ത്യാനിത്യം ഭഗവത് പ്രസാദേന ചൊല്ലിയിടും കഥാമൃതം ഭഗവത് കാരുണ്യമുണ്ടായി ചമഞ്ഞിടും നേരം ഭഗവത് ഭക്ത്യ കേട്ടുകൊള്ളിൽ ഇതിന്മീതെ ജനന സാഫല്യമിവിടെ വരുത്തുവാൻ തനിയെ വിചാരിക്കിലകമേ ദിനം മനുജ ശരീരാംശ നിഖില മുഖങ്ങളാൽ മനസാ ഭഗവത് സേവാരതി ചെയ്തിടണം. അതിനായുള്ളൊന്നവയവങ്ങൾ അതു ചെയ്യാത്തതിനാൽ ഒരു ഗുണമുളവായി വരാമേലിൽ യാതൊരംഗങ്ങൾ കൊണ്ട് ഭഗവദ്വിഷയാനു യാതമല്ലാതെ വ്രതാകാരണേ വർദ്ധിപ്പതു ജീവനല്ലതിന്നതി നിന്ദ്യമെത്രയും
മരപ്പാവകൾ കുക്കും ദേവനാസ്തികാംഗികളെല്ലാം സേവകന്മാരിൽ കൃപാവാരിധി ജഗന്നാഥൻ ദേവപാദമം പോലെ നിൽക്കുന്ന ഭക്തപ്രിയൻ. അങ്ങനെയുള്ള ഭഗവൻ മഹാത്മ്യങ്ങൾ തെളിഞ്ഞിങ്ങെനിക്കിനിയും നീ ചൊല്ലടോ മഹാമതി. ശൗനകനേവം പറഞ്ഞിടിനോരളവിങ്കൽ മനസാനന്ദം മൂണ്ട് സൂതനും കൂടെ ചൊന്നാൻ. ശ്രീശുകൻ അരുൾ ചെയ്ത ഭഗവദ്ധ്യാനാമൃതം ആശയം തെളിവോളം പാനം ചെയ്തവനീശൻ ദിവ്യചേതസാകനിവോടുടൻ സർവേന്ദ്രിയ സേവ്യനായി അഖിലാലോകൈക കാരണനായ മാധവനുടെ ജഗൽ സർഗാദി ചരിത്രങ്ങൾ ആദി തീർത്തിന്നും പുരുഷാർത്ഥ സാധനം ചമ്മേ മോദമാർന്നരുൾ ചെയ്യുക എന്നിങ്ങനെ വിചാരിച്ച് ആദരപൂർവം കേട്ട് ശ്രീശുക മുനീന്ദ്രനും ഭാഗവതാഖ്യമിവനെന്നു ഞാൻ കേൾപ്പിപ്പനെന്ന് ആഗമാന്താർത്ഥപ്പൊരുളാകിയ ഭഗവാനേ ശ്ലോകങ്ങൾ കൊണ്ട് നന്നായി സ്തുതിച്ചു നമസ്കരിച്ച് ഏകാത്മാവാക്യ പ്രസാദം മമദിനം പ്രതി ശീലിപ്പാനരുളുക നർദ്ദിച്ചു. വിരിഞ്ചകീലാല സമ്പാദം കൊണ്ട് ആരംഭിച്ചരുളിനാൻ ആദിയിൽ ശ്രീനാരദൻ പ്രപഞ്ച സൃഷ്ടിയാദികൾക്ക് ആധാരാശ്രയമായോര് ആത്മതത്വാർത്ഥം ചമ്മേതസീമോദാൽ ഗ്രഹിച്ചിടുവാനപേക്ഷ ചേർന്ന് ആദരാൽ പിതാവായ ദാതാവോടർദ്ദിച്ചപ്പോൾ ദാതാവു തനയാനായി അപ്പോഴതരുൾ ചെയ്താൻ ആദിയലാദ്യനായം ഭഗവത് കടാക്ഷത്താൽ ശോഭിച്ചു ചമഞ്ഞത് പ്രകൃതി മഹാമായം. ശോഭിച്ചതിൽ അവളിൽ നിന്നജസാമകത്വത്വം ബ്രഹ്മാണ്ടമതിങ്കൽ നിന്നുത്ഭവിച്ചിതു നാഥൻ. തന്മകൾ സ്ഥൂല രൂപമായിക്കൊണ്ടാനതിനാല് തന്നെ അവയവങ്ങൾ ഈ 7 ലോകങ്ങൾ കൊണ്ടു തന്നെ പാലിപ്പാൻ ലോകപാലാദികളാദികളെയും എന്നെല്ലാം പ്രപഞ്ച സൃഷ്ടിയാദികൾ അവർണ്യമാകുന്നതും മായമയനാകുന്ന ഭഗവാന്റെ മഹത്വം പരിച്ഛേദിക്കാവതല്ലോ ഭുവി. മഹദ്വേദികളായുള്ളവർക്കുമെന്നാകിയ ജഗൽക്കാരണൻ വരാഗാദ്യാവതാരം ചെയ്തു ജഗത്തിങ്കലേക്ക് അനുഗ്രഹിച്ചു വർദ്ധിച്ചിടും ചരിത്രങ്ങളെ ശീലിച്ച് നൽപാതാര ഭക്ത്യാധരിച്ചിടുന്നു. കൃപാലവത്തെ മഹത്തുക്കൾ അങ്ങനെ ഭഗവത് കാരുണ്യത്താൽ അതിശയം അങ്ങകം തെളിഞ്ഞ് അതിശുദ്ധമായി വിളങ്ങിയിടും. നിർമ്മലാത്മാക്കൾ മഹദ്വേദികൾ ആത്മജ്ഞാന ജന്മബോധേന പരബ്രഹ്മ സംഗ്രഹണത്താൽ ഭക്തന്മാർക്കുപദേശം ചെയ്തു സങ്കടം തീർത്തു മുക്തിമാർഗത്തെ കാട്ടിക്കൊടുപ്പോരം നിത്യർത്ഥം ശ്രേഷ്ഠാവു തെളിഞ്ഞ അരുൾ ചെയ്തു നാരദനു സന്തുഷ്ടി ചെയ്ത അരുളിനാൻ എന്നു കേട്ടതു നേരം വൃദ്ധീശൻ ചോദ്യം ചെയ്താൻ. നാരദനതു പിന്നെ സത്തുക്കൾക്കാർക്കാനും താൻ ഉപദേശിച്ചാനെങ്കിൽ സത്വരം അതും എനിക്ക് അരുളി ചെയ്തിടണം. യുദ്ധം ആഗന്ത കേട്ടു ശ്രീസുകനതു നേരം നിശേഷാർത്ഥങ്ങൾ സകലേശ്വരൻ നാരായണ വിശ്വപാലകൻ ജഗൽ സർഗാദി ചരിത്രങ്ങൾ വർദ്ധിച്ചോരവസ്ഥകളാദിയായ എല്ലാറ്റിലും ഉത്തരമായിക്കൊണ്ടത്ര ശുദ്ധമായി വിളങ്ങിയ ശ്രീ ഭാഗവതം പുരാണോത്തമം അരുൾ ചെയ്താനാഭയ ഗുരുപാരമ്പര്യാദി സകലവും തൽപ്രബന്ധത്തെ സംക്ഷേപിച്ചുടൻ നിനക്കു ഞാൻ ഇപ്പോഴുള്ള അവസരം കൊണ്ട് ആവതറിയിക്കാം. എങ്കിലോ മുന്നം തൻ്റെ നാഭിയിലുളവായ പങ്കജാസനൻ അപേക്ഷിക്കയാൽ അഖിലേശൻ
പങ്കജനാവൻ ഉപദേശിപ്പാൻ ഭാഗവതം പങ്കജോത്ഭവൻ താനും തന്നുടെ തനയനാം നാരദൻ വേദവ്യാസൻ തനിക്കും അതുപോലെ വ്യാസനും എനിക്കുപദേശിച്ചാൻ അത് മുതാ വാസനയേറും നിനക്ക് ഒക്കവേ വഴി പോലെ ചൊല്ലുവാൻ എല്ലാം ദശലക്ഷണമായിട്ടുള്ളൂന്നല്ലോ കേവലം ജഗത്സ്വർഗാതിക്രമവശാൽ സർഗവും വിസർഗവും സ്ഥാനവും പോഷണവും സൽഗുണനിധേ പുനരൂതികൾ മന്വന്തരം ഈശാനുകഥാ നിരോധം പുനരിവിടെ ഭൂമീശ മുക്തിയും പിന്നേത് ആശ്രയമെന്നീ വണ്ണം 10 ലക്ഷണങ്ങളാകുന്നു. ഇവ 10ഉം വിസ്തരിച്ചോരോന്നോരോന്നായി അരുളി ചെയ്തു താതൻ. ഇവറ്റിൽ 10ാമതാം ആശ്രയം അതിമുഖ്യം പവിത്രം. അതിനെ സാധിപ്പാനായി മറ്റൊമ്പതും വധിച്ചിടുന്നു ബ്രഹ്മപ്രതിപാദകമായിട്ടിരിക്കും. ഭാഗവത പ്രാമണ്യമാർഗത്താലെ വധിച്ചേനേവം സംക്ഷേപിച്ചുടൻ ദ്വിതീയാർത്ഥം പഠിക്കാമിനി ധൃതീയാദികൾ ഓരോന്നിനാൽ. ഇത് ശ്രീമഹാഭാഗവതീം മഹാപുരാണേ സുതശൗനക സംവാദീം ദ്വിതീയസ്കന്ധം സമാപ്തം. ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ പരമാത്മനെ നമോ നമഃ.